മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. പോലീസ് റിപ്പോർട്ടിന് ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും. രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. നേരത്തെ 2 പരാതികൾ വന്നപ്പോഴും വളരെ വിദഗ്ധമായി അതിൽ നിന്ന് അറസ്റ്റ് ഒഴിവാക്കി കിട്ടി. എന്തായാലും നിലവിൽ ഇപ്പോൾ ജയിലിലാണ്. ഇന്ന് എംഎൽഎ നേരിട്ട് ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഉണ്ട് കോടതിയിൽ നിന്ന് എന്നുള്ളത് വളരെ നിർണായകം. പറയൂ, എപ്പോഴാണ് കേസ് കോടതി പരിഗണിക്കുക? രാഹി, ഇന്ന് രാവിലെ 9:30 മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് ഇറക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറക്കിയാൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസും പരിഗണിക്കും. അതിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് അന്വേഷണ സംഘവും പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും ആ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഇതിൽ ജാമ്യം നൽകുമോ ഇല്ലയോ എന്നത് ഏറെ നിർണായകമാണ്. ജാമ്യം ലഭിക്കാതെ കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 കേസുകളിൽ നിന്നും രക്ഷപ്പെട്ട അതിന് സമാനമായ രീതിയിൽ ഉള്ള ഒരു ശ്രമം, ഒരു നീക്കം പോലും ഇതിൽ ഇതുവരെയും നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോടതിയുടെ നടപടികളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനത്തിലേക്കാവും കോടതി പോവുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ശക്തമായ രീതിയിൽ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ സാഹചര്യത്തിൽ പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം മാത്രമാണ്, ഇതിൽ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള വാദങ്ങളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകർ ഉന്നയിക്കുക. എന്തു തന്നെയായാലും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഈ കാര്യത്തിൽ 11:30 ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ കോടതിയുടെ ഒരു നടപടി, ഒരു നിലപാട് എന്താണെന്ന് അറിയാൻ സാധിക്കുമെന്നത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹി. ശരി സുധീഷ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. 9:30 ജയിലിൽ നിന്ന് എംഎൽഎ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് സുധീഷ് ഗോപാൽ അവിടെ നിന്ന് നൽകുന്ന വിവരം.